നമസ്കാരം. അന്തിച്ചർച്ചയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിന് ഇക്കുറിയും മൂന്നാം സീറ്റില്ല. നിലപാട് കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകുമെന്ന ഉറപ്പിലാണ് ലീഗ് പിന്മാറിയതെന്നാണ് സൂചന. എന്നാൽ ഇത്തരമൊരു ധാരണയില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നില്ലെന്നും ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിലാണ് ചർച്ചയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അബ്ദുൾ സമദ് സമദാനിയും ഇ.ടിയും തമ്മിൽ സീറ്റ് പരസ്പരം മാറിയേക്കുമെന്നും വിവരമുണ്ട്. മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് അവകാശമില്ലേ? സീറ്റ് വിഭജനം വഴിമുട്ടുമോ? രാജ്യസഭാ സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കുമോ? പരിശോധിക്കുന്നു. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ കെ.പി.ഒ. റഹ്മത്തുള്ള, മാധ്യമ പ്രവർത്തകൻ, ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ശ്രീ കെ.പി.ഒ. റഹ്മത്തുള്ള, ലീഗിന് മൂന്നാം സീറ്റ് എന്ന ആവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ അവസാനം അനുനയത്തിന്റെ ഭാഗത്തേക്ക് ലീഗ് വരികയും ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇത്തവണ കുറച്ചുകൂടി ശക്തമായാണ് ലീഗ് മൂന്നാം സീറ്റിനുള്ള അവകാശവാദം മുന്നോട്ട് വെച്ചത്. പക്ഷേ കോൺഗ്രസ് അത് സാധ്യമല്ല എന്നുള്ള അവരുടെ നിലപാട് ലീഗിനെ അറിയിച്ചിരിക്കുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലല്ല ചർച്ച, ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിലാണ് എന്നതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി ലീഗ് കോൺഗ്രസിന്റെ അനുനയത്തിന് വഴങ്ങാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ കാലത്തും UDFന്റെയും കോൺഗ്രസിന്റെയും കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ 1-2 തവണയായി മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം തുടക്കത്തിൽ ഉന്നയിക്കുകയും പിന്നീട് ഒരു അനുരഞ്ജനത്തിന്റെയും അനുനയത്തിന്റെയും രീതിയിൽ ആ കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോവുകയുമാണ്. കോൺഗ്രസിന് കൂടുതൽ ലോകസഭാ സീറ്റുകൾ വേണമെന്നും രാജ്യത്തെ നയിക്കാൻ അത് അനിവാര്യമാണ് എന്നുമുള്ള അടിയന്തിരമായ സാഹചര്യം കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം തങ്ങളുടെ ആവശ്യം പ്രസ് ചെയ്യുന്നില്ല എന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഒരു നല്ല രാഷ്ട്രീയ മാന്യത പുലർത്തുന്ന പാർട്ടിയാണ് എന്ന് എല്ലാ കാലത്തും നമ്മൾ മനസ്സിലാക്കണം. കുതികാൽ വെട്ട്, പാരവെപ്പ്, സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ഇതൊന്നും സാധാരണ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. UDFിൽ നിന്നപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചപ്പോഴും ഒക്കെ മുസ്ലിം ലീഗ് അതിന്റെ രാഷ്ട്രീയ മാന്യത എന്നും പുലർത്തിയിട്ടുണ്ട്. തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ വോട്ടുകൾ മറിച്ചു നൽകാനോ അല്ലെങ്കിൽ പാര വെച്ച് തോൽപ്പിക്കാനോ ഒന്നും മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വളരെ വിശ്വസിക്കാവുന്ന പാർട്ടിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കളും കേരള രാഷ്ട്രീയത്തിലെ എല്ലാവരും എപ്പോഴും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരുപാട് കാലമായി കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗ് കേരളത്തിൽ മുമ്പ് തിരുവനന്തപുരം വെസ്റ്റും കഴക്കൂട്ടം സീറ്റിലും ഇരവിപുരം മണ്ഡലത്തിലും ഒക്കെ മത്സരിച്ചിരുന്ന പാർട്ടിയാണ് നിയമസഭയിലേക്ക്. ആ സീറ്റുകളൊക്കെ പിന്നീട് കോൺഗ്രസിന് വിട്ടു നൽകുന്നതിന്, അല്ലെങ്കിൽ എം വി രാഘവൻ നേമത്ത് മത്സരിച്ചപ്പോൾ ആ സീറ്റ്, കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ ആ സീറ്റ് വിട്ടു നൽകുന്നതിനൊന്നും കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയമായി സത്യസന്ധതയുള്ള പാർട്ടി എന്ന വിശേഷണത്തിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ച വേണ്ടയിടത്ത് വിട്ടുവീഴ്ച ചെയ്യാനും അവകാശങ്ങൾ വാങ്ങിയെടുക്കേണ്ടിടത്ത് വാങ്ങിയെടുക്കാനും ഒക്കെ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ മൂന്നാം സീറ്റിന് ലീഗിന് അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പോലും ഇല്ല എന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവകാശം അവർ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഇപ്പോൾ അത് വിട്ടു നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പകരം നടക്കുന്ന ചർച്ചകൾ അടുത്ത രാജ്യസഭാ സീറ്റ് നൽകാം, ആ നിലയിൽ ഒരു അനുരഞ്ജനത്തിനാണ് ശ്രമിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലീഗിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആവശ്യം വെക്കുമ്പോൾ പോലും ഇത് നടന്നില്ലെങ്കിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ ലീഗിനുണ്ട് എന്നത് ചർച്ചയായിരുന്നു. അതിലൊന്ന് രാജ്യസഭാ സീറ്റാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ത്യാഗവുമാകില്ല, ലീഗിനെ സംബന്ധിച്ച് നഷ്ടവുമാകില്ല. 2 രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് ലഭിക്കാനുള്ള സാധ്യത തുലോം വിരളമാണ്. കാരണം മാത്രമല്ല UDFന് മൊത്തത്തിൽ തന്നെ ഇനി വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ
ഒരാളെ എങ്കിലും മത്സരിക്കാൻ വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല തൊട്ട ഉടനെ ഒന്നും രാജ്യസഭാ സീറ്റിലേക്ക് ഒഴിവ് വരുന്ന അവസ്ഥയുമില്ല. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ലോകസഭാ സീറ്റിനെ കുറിച്ചാണ്, രാജ്യസഭാ സീറ്റിനെ കുറിച്ചല്ല എന്ന് പറഞ്ഞത്. നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. 19 സീറ്റിലും കോൺഗ്രസ് വിജയിച്ച ഒരു ചരിത്രമാണ് കഴിഞ്ഞ തവണത്തെ. 18 സീറ്റിലും കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളാണ്. സിറ്റിംഗ് സീറ്റിൽ നിന്ന് സാധാരണ കോൺഗ്രസ് ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും MP-മാരെ മാറ്റാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വടകര സീറ്റിൽ നിന്ന് കെ മുരളീധരനെ മാറ്റി പകരം ഒരു ലീഗ് സ്ഥാനാർത്ഥി വന്നാൽ, കാസർഗോഡ് സീറ്റിൽ രാജ്മോഹൻ ഉണ്ണിത്താന് പകരം ഒരു ലീഗ് സ്ഥാനാർത്ഥി വന്നാൽ, കോഴിക്കോട് സീറ്റിൽ MK രാഘവനെ മാറ്റി പകരം ഒരു ലീഗ് സ്ഥാനാർത്ഥി വന്നാൽ, ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ ആ വരുന്നവർക്കൊക്കെ വിജയിക്കാൻ കഴിയുമോ എന്ന ആശങ്ക കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. ഈ 3 സീറ്റാണ്, അല്ലെങ്കിൽ കണ്ണൂർ സീറ്റ്, കെ സുധാകരന് പകരം ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കണ്ണൂരിൽ വന്നാൽ വിജയിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 3ഓ 4ഓ സിറ്റിംഗ് സീറ്റിൽ MLA-മാരുണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി പ്രവർത്തിക്കാനും വിജയിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൂടി ഈ സീറ്റ് പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ട് പോകാൻ കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, തീർച്ചയായും ഒരു നിർബന്ധ ബുദ്ധിയാൽ അല്ലെങ്കിൽ അവകാശം ഉന്നയിച്ച് ഒരു സീറ്റ് വാങ്ങിയാൽ അതിൽ ജയിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ലീഗിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകില്ല, അത് അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് എത്തും എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ലീഗിനെ സംബന്ധിച്ച് 3ാം സീറ്റ് എന്ന ആവശ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അനുനയത്തിന്റെ പാത അവർ പിന്തുടരുന്നു. ഇത്തവണ നോക്കൂ, നിയമസഭയിലെ സീറ്റിന്റെ അവസ്ഥ നോക്കിയാൽ 21-15 എന്ന നിലയിൽ നിൽക്കുകയാണ്. 3ാം സീറ്റിന് ഒരു അവകാശം ഉന്നയിക്കാൻ ഒരു പാർട്ടിയെ സംബന്ധിച്ച് മറ്റൊരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യമൊന്നുമില്ല. അവർ ആ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ നിസ്സഹായ അവസ്ഥ, സീറ്റ് നൽകാൻ കഴിയില്ല എന്ന നിസ്സഹായ അവസ്ഥയാണോ കോൺഗ്രസ് ഇപ്പോൾ അവരെ അറിയിച്ചിരിക്കുന്നത്? നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിലെ ഘടകകക്ഷികൾ സാധാരണ മുഖ്യ കക്ഷിയോടെ. ശ്രീ ശ്രീകുമാർ, താങ്കളുടെ ശബ്ദം അത്ര വ്യക്തമല്ല. സൂമിന്റെ പ്രോബ്ലം ആണോ അവിടുത്തെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. ഹലോ, ഒന്നുകൂടി പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഇല്ല, വ്യക്തത കുറവുണ്ട്. സൂമിൽ എന്തോ ഇഷ്യൂ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ 3ാം സീറ്റ് ഉയർത്തി ലീഗ് മുന്നോട്ട് വരുന്നു. അവർ മുൻകാലത്തേക്കാൾ കൂടുതൽ ശക്തമായ നിലയിൽ ആ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. ചർച്ചയാകാം എന്ന് പറയുന്നു എങ്കിൽ പോലും നിസ്സഹായ അവസ്ഥ കോൺഗ്രസ് പറയുന്നു. അവർ അനുനയത്തിൻ്റെ പാതയിലാണ് എന്നതാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിനപ്പുറം എന്തെങ്കിലും സാധ്യതകൾ, മുന്നണിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ, പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ലീഗിനെ ഉറ്റുനോക്കുന്ന ആളുകൾ കൂടിയാണല്ലോ. അല്ല, ഞങ്ങൾ ലീഗിനെ ഉറ്റുനോക്കുന്നു എന്ന് പറയുന്നൊന്നും അത്ര ശരിയല്ല. ഞാൻ ലീഗിൻ്റെ അണികളിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ലീഗിൻ്റെ ഈ സമീപകാലത്തെ മൃദു ഹിന്ദുത്വ സമീപനം, അതിനെ വെള്ളപൂശുന്ന ചില നിലപാടുകൾ, അവരുടെ പരമോന്നത നേതാവായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാമക്ഷേത്ര ഉദ്ഘാടനം പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ പറഞ്ഞു. അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ മതേതര ഇന്ത്യയുടെ പ്രതീകമാണ് രാമക്ഷേത്രം എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനതയുടെ അഭിമാനമാണ് രാമക്ഷേത്രമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ ഒരാൾ പറഞ്ഞത് ലീഗിൻ്റെ ആണെങ്കിൽ വ്യാപകമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പൗരാണികമായിട്ടുള്ള മുസ്ലിം പള്ളി ഇടിച്ച് നിരപ്പാക്കി അവിടെ തന്നെ അതേ സ്പോട്ടിൽ തന്നെയാണ് ഈ പറയുന്ന രാമക്ഷേത്രം കെട്ടിപ്പൊക്കി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി വരെ പറഞ്ഞ് ഇതുവരെയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനിലും
ഒരു തരി പോലും ക്ഷേത്രത്തിൻ്റെ അംശം കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതും. അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ ഹൃദയത്തിൽ പൗരാണികമായ രീതിയിൽ അവർ ആചരിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ ആരാധിച്ചു വരുന്ന ഒരു പള്ളി തകർത്തിട്ട് ആ പള്ളി തകർത്ത് ഭീഷണിയുടെയും കയ്യൂക്കിൻ്റെയും ആയുധബലത്തിൻ്റെയും പിൻബലത്തിൽ പണിതുയർത്തിയ ഒരു ക്ഷേത്രം മതേതരത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ ശിഹാബ് തങ്ങൾ സാദിഖ് ശിഹാബ് തങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ മതേതരത്തിൽ വിശ്വസിക്കുന്നവർക്കും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കും ചരിത്രത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു വലിയ ഷോക്കായിരുന്നു. ആ ഷോക്ക് കാര്യമായിട്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മുസ്ലിം ലീഗ് വരണം എന്നുള്ള പ്രതീക്ഷയുടെ ഒന്നും അർത്ഥമൊന്നുമില്ല. ലീഗിൻ്റെ നല്ലൊരു ശതമാനം അണികളും ഭീരുക്കളായ ലീഗിൻ്റെ നേതാക്കളെ കൈയൊഴിഞ്ഞെന്നുള്ള ഇവിടുത്തെ നേരത്തെ റഹ്മത്തുള്ള പറഞ്ഞതിനകത്ത് ഒരു 1-2 കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മൂന്നാമതൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കുമെന്നൊരു ഭയം ലീഗിനുണ്ടെന്നുള്ള ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള മനസ്സിലാക്കേണ്ടത് കാലങ്ങളായിട്ട് ഈ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ഈ ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ അങ്ങനെ ഉള്ള 1-2 നേതാക്കൾ ഈ കോൺഗ്രസുമായി നിരന്തര ചർച്ചയ്ക്ക് പോകും. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയും ചർച്ച പുരോഗമിക്കുകയാണ്, മൂന്നാമതൊരു സീറ്റ് കിട്ടിയാൽ മതിയാവും എന്ന് കഴിഞ്ഞ 4-5 ഇലക്ഷനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ കോൺഗ്രസുമായിട്ട് മൂന്നാമതൊരു സീറ്റ് വേണമെന്നുള്ള ചർച്ചയ്ക്ക് തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരിൽ പോലും വലിയ പ്രാധാന്യം കൽപ്പിക്കത്തില്ല. അതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം കറക്റ്റ് 100% കറക്റ്റാണ്. കോൺഗ്രസിൻ്റെ പല MLA-മാരും ജയിച്ചു വരുന്നത് ലീഗ് അണികളുടെ സപ്പോർട്ടോടുകൂടിയാണ്. ലീഗിൻ്റെ വോട്ടുകളില്ല എങ്കിൽ ഈ കോൺഗ്രസിൻ്റെ പല MLA-മാർ നിയമസഭ കാണത്തില്ല. അതൊരു വസ്തുതയാണ്. ലോക്സഭയും കാണത്തില്ല. അതൊരു വസ്തുതാപരമായ കാര്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ലീഗ് നിർബന്ധം പിടിക്കാത്തത്? ലീഗ് നിർബന്ധം പിടിക്കാത്തതിന് വളരെ സിമ്പിളായ ഒരു ഉത്തരവേ ഉള്ളൂ. ലീഗിന് എൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന കുറേ നേതാക്കന്മാർക്ക് ഇനി ഒരു കാരണവശാലും അവരെ വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ളൊരു നേതൃത്വത്തിൽ നിന്നും പുതിയ തലമുറയിൽ നിന്ന് ആരും ലോക്സഭയിലെത്തുകയോ നേതൃത്വത്തിനെ വെല്ലുവിളിക്കത്ത രീതിയിലുള്ള ഉയർന്നു വരുവോ ചെയ്യാൻ പാടില്ല എന്നുള്ള സ്വാർത്ഥതയുണ്ട്. ഉദാഹരണത്തിന് മൂന്നാമതൊരു സീറ്റ് ഇനിയിപ്പം ഇവർ നിർബന്ധ ബുദ്ധിയിൽ ആവശ്യപ്പെട്ട് കിട്ടിയാൽ തന്നെ ഇവരാരെ സ്ഥാനാർത്ഥിയാക്കും? ഒന്നുമില്ല ഇവരെങ്കിൽ ഷാജിയെ സ്ഥാനാർത്ഥിയാക്കണം, അല്ലെങ്കിൽ PK ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കണം. അവിടെ ഒരു അടിയുണ്ടാവും, തീവെപ്പും കൊള്ളിവെപ്പും ഉണ്ടാവും. അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതിലും ഭേദം ഇപ്പോൾ സുരക്ഷിതമായിട്ട് അവർ 2 പേര് ലോക്സഭയിലുണ്ട്. അത് സമദാനിയും PK ബഷീറും. അപ്പം അതിനകത്ത് ഏറ്റവും സംഭവിക്കാൻ പോകുന്നത് ഈ അവരുടെ വണ്ടിയുടെ ടയർ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കും ബാക്കിലെ ടയർ ഫ്രണ്ടിലേക്കും മാറ്റിയിടുവാണ്. അപ്പോൾ ഈ 2 പേരും പരസ്പരം നിയോജകമണ്ഡലം മാറുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. അതല്ലാണ്ട് ഒരു മാറ്റവും ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല ഔദ്യോഗികമായിട്ട്. എന്നാൽ ലീഗിൻ്റെ അണികൾ അസംതൃപ്തരാണ്. ഇപ്പോൾ പൊന്നാനി കോൺസ്റ്റിറ്റ്യുവൻസിൽ അവർ ജയിക്കുന്ന കാര്യം തന്നെ വളരെ സംശയമാണ്. അത് ഒരു സംശയമില്ല കാര്യത്തിൽ ഇത്തവണ അവിടെ ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലീഗിന്റെ അണികൾ അസ്വസ്ഥരാണ് എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. നോക്കൂ, ഇങ്ങനെ ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്, അതിൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഒരു സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്ന നിസ്സഹായാവസ്ഥ കോൺഗ്രസ് അവരെ അറിയിക്കുന്നു. ഒരു മുന്നണിയാവുമ്പോൾ അവിടെ കെട്ടുറപ്പോടുകൂടി മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം എല്ലാ പാർട്ടികൾക്കും, അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഉണ്ടല്ലോ. അവരുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണല്ലോ ലീഗ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അത് അണികളെ ബോധ്യപ്പെടുത്താനായാൽ പ്രശ്നങ്ങളില്ലല്ലോ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ 3ാം സീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രഹസനപരമായിട്ടുള്ള ചർച്ചകൾ? ഇപ്പോൾ 3ാം പ്രാവശ്യമാണ് അവർ ചർച്ച നടത്തുന്നത്. ഓരോ ചർച്ച കഴിയുമ്പോഴും ചർച്ച പുരോഗമിക്കുന്നു, ലീഗിന് 3ാമതൊരു സീറ്റ് കിട്ടിയേ മതിയാവൂ എന്ന രീതിയിലുള്ള പത്രക്കാരോട് പറയുന്ന ആ രീതിയിലുള്ള ഉറച്ച നിലപാടുകൾ ഇതിൽ അവർ എടുക്കുന്നത്. ഇനി ഞാൻ 3ാമതൊരു സീറ്റിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിനകത്തൊരു മറുപടിയുണ്ട്. ഇപ്പോൾ ഇവിടെ മനസ്സില്ലാ-മനസ്സോടുകൂടി പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന 4 MP-മാരുണ്ട് കോൺഗ്രസിൻ്റെ. അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് K മുരളീധരൻ, വടകര എന്നുള്ളത്. അദ്ദേഹം കഴിഞ്ഞ് 4-5 മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു താൻ ഇനി അടുത്ത ലോക്സഭയിലേക്കില്ല. തൻ്റെ അച്ഛൻ്റെ ഒരു സ്മാരകം തിരുവനന്തപുരത്ത് പണിയാനുണ്ട്, അത് പണിയുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ താൻ മുഴുകുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ സർക്കാരത്തേക്ക് പാർലമെന്ററി ജീവിതത്തിലേക്ക് താനില്ല എന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് 2-3 തവണ പറഞ്ഞ ആളാണ് K മുരളീധരൻ. അദ്ദേഹത്തിന് താല്പര്യമില്ല. പക്ഷേ സിറ്റിംഗ് MP-മാർക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ള ഗതികേടിൻ്റെ പുറത്ത് ഈ പറയുന്ന K മുരളീധരൻ അവിടെ നിർബന്ധപൂർവ്വം മത്സരിക്കാൻ നിൽക്കണമെന്നേ ഉള്ളൂ. K മുരളീധരനെ മാറ്റി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ നിന്നും പിന്മാറ്റിച്ച് അവിടെ വേണമെങ്കിൽ സീറ്റ് കൊടുക്കാമല്ലോ മുസ്ലിം ലീഗിന്. വടകരയിൽ നല്ല സ്വാധീനമുള്ള, വടകര നിയോജകമണ്ഡലത്തിൽ എമ്പാടും അത്യാവശ്യം സ്വാധീനമുള്ളൊരു പാർട്ടിയല്ലേ ലീഗ്. അപ്പോൾ അണികളെ തൃപ്തിപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല. തന്നെ വരെ ലീഗ് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡൽഹി ചെന്നാൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കും. അത് വളരെ കറക്റ്റ് അല്ലേ? അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ്? അപ്പോൾ മനഃപൂർവ്വം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ പുതിയൊരാളെ ലോക്സഭയിലേക്ക് എത്തിച്ച് തങ്ങളുടെ അപ്രവാദിത്വത്തിന് അയവുണ്ടാകാനായിട്ട് അത് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലീഗിൻ്റെ നേതൃത്വത്തിൽ നിലയിലുള്ള ആൾക്കാരുടെ ശ്രമമാണ്. ഒരു കാരണവശാലും പുതിയൊരു നേതൃത്വം തൽക്കാലം ലീഗിൽ തലമുക്കത്തില്ല എന്നുള്ള ഉറപ്പ്
അവർക്കുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഈ പ്രഹസന നാടകങ്ങൾ, ഈ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിട്ടുണ്ടോ, കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് 3 തവണ പിന്നെ 3-ാം സീറ്റിന് വേണ്ടി ചർച്ച നടത്തി, വിട്ടുവീഴ്ച നടത്തി. ഒരു മുന്നണി മര്യാദയ്ക്ക് വേണ്ടിയിട്ട് 2 സീറ്റ് മതി എന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഈ 3 തവണ ചർച്ച ചെയ്തത്? ഓരോ ചർച്ച കഴിയുമ്പോൾ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, തങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് രാജ്യസഭാ സീറ്റിലേക്ക് തന്നെ കിട്ടേണ്ട വരും എന്നൊക്കെ പറഞ്ഞ് ഗീർവാനടിക്കുന്നത് ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർ. ഇപ്പോൾ എന്തിനാണ് പറയണത് ഞങ്ങൾ വിട്ടുവീഴ്ചയാണ്, രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, അത് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്തിനാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അണികളെ പറ്റിച്ചും അണികളെ കബളിപ്പിച്ചും മുമ്പോട്ട് പോകുന്ന ലീഗിനെ സംബന്ധിച്ചോളം അണികൾ കൈവിട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതായത് മുസ്ലിം സമുദായത്തിൻ്റെ ന്യൂനപക്ഷ സമുദായത്തിനെ വേട്ടയാടുന്നതിൽ തെല്ലും ബുദ്ധിമുട്ടില്ല. തങ്ങൾക്ക് ജീവിച്ചാൽ മതി, തങ്ങൾക്ക് ഭയപ്പാടില്ലാതെ ഇടിയുടെ ഒന്നും ഭയമില്ലാണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒറ്റ താല്പര്യമുള്ള ലീഗിൻ്റെ നേതാക്കന്മാർക്കുള്ളത്. എല്ലാവർക്കൊന്നുമില്ല. പിന്നെ എത്രയും വേഗം ഞങ്ങളുടെ LDFിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം നേതൃത്വത്തിലുള്ളവരും ലീഗിന്റെ അണികളും ഉണ്ട്. ഞങ്ങൾ അവരെ ക്ഷണിക്കുന്നില്ല, സ്വാഗതം, ഒരു തർക്കമില്ല. കാരണം ലീഗ് രാഷ്ട്രീയ കക്ഷി ഒരു നിലപാടുകളാണ് നേതൃത്വം സ്വീകരിക്കുന്നത് ഈ 3-ാം സീറ്റ് വിഷയത്തിൽ എന്നതാണ് ശ്രീ റെജി ലൂക്കോസ് പറയുന്നത്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വിളിച്ചത് വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ KPO റഹ്മത്തുള്ളയിലേക്കും N ശ്രീകുമാറിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ 3-ാം സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ലീഗിന്റെ മനസ്സിൽ വയനാട് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട് സീറ്റിൽ മത്സരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിന് അനുഗുണമായി ഒരു സമീപനം സ്വീകരിക്കുക എന്നത് ലീഗിന് ചെയ്യാൻ കഴിയുന്ന നിലപാടല്ലേ? അത് അണികളെ വിശ്വസിപ്പിക്കുക, അണികളെ ബോധ്യപ്പെടുത്തുക എന്നതും ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ലേ? അത്ര എളുപ്പമുള്ള കാര്യമല്ല രേണുക. കാരണം വെച്ചാൽ ലീഗ് അണികൾ പഴയതുപോലെയല്ല. ലീഗ് അണികൾ പണ്ട് അന്ധമായ രീതിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോട് വിധേയത്വം കാണിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ ലീഗിൻ്റെ നെടുന്തൂടെന്ന് പറയുന്ന സമസ്തയിൽ തന്നെ വിള്ളലുണ്ടായിരിക്കും. സമസ്തയിലെ നല്ലൊരു ശതമാനം ആളുകളും വിശ്വാസികളുടെ നേതൃത്വവും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. കാരണം ന്യൂനപക്ഷ സംരക്ഷണത്തിന്, ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കോൺഗ്രസിനെ കൊണ്ട് സാധിക്കത്തില്ല എന്നും കോൺഗ്രസ് BJPയുടെ ഒരു B ടീമാണെന്നുള്ളവരും വളരെ ബോധ്യമായതുകൊണ്ട് സുരക്ഷിതമായ ഒരു മതേതര കേരളത്തിൽ അത് ഇടതുപക്ഷം ശക്തമായി നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതി മുസ്ലിം ലീഗിൽ നല്ല ശതമാനമുണ്ട്. പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള അതിൻ്റെ നെടുന്തൂണായിട്ടുള്ള വിഭാഗത്തിൻ്റെ നല്ലൊരു വിഭാഗത്തിനുണ്ട്. അത് വളരെ വ്യക്തമായ കാര്യമാണ്, അത് പരസ്യമായ രഹസ്യമാണ്. ഇപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം മറ്റൊരു ഗതിയുമില്ല. അദ്ദേഹത്തിന് വയനാട്ടിൽ മത്സരിച്ചേ പറ്റൂ, മറ്റൊരു സ്ഥലം ഇന്ത്യയിലില്ല എന്നൊരു ഭയപ്പാട് കോൺഗ്രസിനുണ്ട്. ഇപ്പം ഇന്നലെ സ്മൃതി ഇറാനി അമേഠിയിൽ എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ, എന്തിനാണ് ഇദ്ദേഹം വയനാട്ടിലേക്ക് ഓടിപ്പോകുന്നതെന്ന് വെല്ലുവിളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നെഹ്റു കുടുംബത്തിൽ നിന്നും വന്ന തൻ്റെ പിതാവും മുത്തശ്ശിയും മുതുമുത്തച്ഛനും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലൂടെ നേടിയെടുത്ത് 60 വർഷക്കാലം രാജ്യം ഭരിച്ച കുടുംബത്തിൻ്റെ ഇങ്ങേ അറ്റത്തെ കണ്ണിയായ രാഹുൽ ഗാന്ധിക്ക് നോർത്ത് ഇന്ത്യയിൽ ഇന്നലെ ഉദിച്ചുയർന്ന ഒരു നടി അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ പതറിപ്പോകുന്ന, അവരുടെ വെല്ലുവിളി പോലും സ്വീകരിക്കാൻ പറ്റുന്ന ഗതികേടിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. തന്നെ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ലീഗിൻ്റെ അണികളുടെ ഭൂരിപക്ഷം. മലപ്പുറം ജില്ലയിലെ ലീഗിൻ്റെ കോട്ടയിലാണ് വയനാട്ടിലെ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്. അപ്പോൾ അതൊന്നൊരു ന്യായീകരണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് വേണമെങ്കിൽ വടകര കൊടുക്കാം. ഇപ്പോൾ കണ്ണൂർ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. കണ്ണൂർ വേണമെങ്കിൽ ഇവർക്ക് വിട്ടുകൊടുത്തുകൂടെ? എന്തുകൊണ്ട് വിട്ടുകൊടുത്തുകൂടാ? അതുകൊണ്ട് തങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്തുക എന്നൊക്കെ പഴയതുപോലെ ഒന്നും ഇനിയിപ്പോൾ ചിലവാകത്തില്ല. ലീഗിനെ സംബന്ധിച്ചുള്ള ലീഗിൽ പതറിയിരിക്കുന്നു. ലീഗിൻ്റെ നേതാക്കന്മാർക്ക് സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. അവരുടെ നേതൃത്വത്തിൽ ചില ആളുകൾക്ക് തങ്ങളുടെ സ്ഥാനം തെറിക്കാൻ പാടില്ല. തങ്ങൾക്ക് ഒപ്പം എത്താനായിട്ട് നേതാവ് ഇനി ഉടനെയെങ്കിലും ലീഗിൽ പറ്റത്തില്ല, അല്ലെ തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അങ്ങനെ ആരെങ്കിലും വന്നാൽ മതി എന്നുള്ള ചിന്താഗതിയിൽ സ്വാർത്ഥത മാത്രമാണ് ഇതിന് മുമ്പിൽ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ പ്രഹസനമായിട്ട് 3 വട്ടം ചർച്ച നടത്തിയത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ അതൊരു വളരെ വ്യക്തമായ കാര്യമാണ്. ലീഗിൻ്റെ അണികളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം ആ അണികൾ പഴയതുപോലെയല്ല. അന്ധമായ രീതിയിൽ ലീഗിൻ്റെ നേതൃത്വം പറഞ്ഞത് കേൾക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു അണികളല്ല. അപ്പം മലപ്പുറത്തെക്കുറിച്ച് ഞാനെന്ന് പറയാം. മലപ്പുറത്ത് TK ഹംസ 50,000 വോട്ടിന് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ട് ചരിത്രമുണ്ട്.
അപ്പം ഒന്നും എങ്ങോട്ടും ചായാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത്തവണ ഞാൻ മലപ്പുറത്തപ്പം ഞങ്ങളങ്ങ് ജയിച്ചു കയറുന്നത് ഈസി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെ ചില വസ്തുതകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ പിന്നെന്താ പറയുക, ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താൻ ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ സൂമിൽ എന്തോ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് പോകാൻ വൈകിയത്. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ കോൺഗ്രസിൻ്റേത് ഒരു നിസ്സഹായ അവസ്ഥയാണോ എന്നതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. കാരണം KPCC അധ്യക്ഷനായാലും പ്രതിപക്ഷ നേതാവായാലും ഒക്കെ ഈ ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർക്കതിനുള്ള അവകാശമുണ്ട് എന്നത് പറഞ്ഞതാണ്. പക്ഷേ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു അനുനയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അസാധ്യമായ ഒരു സാഹചര്യമാണോ? ആ ഒരു നിസ്സഹായാവസ്ഥയാണോ കോൺഗ്രസ് ഇപ്പോൾ ലീഗിനെ ധരിപ്പിച്ചിട്ടുള്ളത്? ശ്രീമതി രേണുക, അതായത് മുന്നണി രാഷ്ട്രീയത്തില് തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോഴേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കാം. തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോഴേ ഘടകകക്ഷികളെല്ലാവരും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന കക്ഷികളുമായിട്ട് ചിലപ്പോൾ സീറ്റിന്റെ എണ്ണം കൂട്ടിത്തരണം എന്ന് പറയും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് പതിവായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് വെച്ചാൽ, എല്ലാ തവണയും ഇങ്ങനെ അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ മാത്രം മത്സരിച്ചാൽ അവരുടെ അണികളിൽ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് കൂടുതൽ സീറ്റ് മത്സരിക്കാൻ തങ്ങളുടെ പാർട്ടിക്ക് കഴിയാതെ പോകുന്നത്? അത് മുന്നണിയിൽ നിൽക്കുന്നതിന്റെ കുഴപ്പമാണോ, വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ടാണോ, അതോ അവഗണിക്കപ്പെടുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. അത് ഏത് മുന്നണിയിലായാലും അങ്ങനെയാണ്. ഇപ്പൊ UDF-ലായാലും LDF-ലായാലും അതിൽ മാറ്റമില്ല. ഇപ്പൊ LDF തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 2ാമത് സീറ്റ് ഉന്നയിച്ച ഒരു ചർച്ച കണ്ടില്ലേ, ഒരു വാർത്ത കണ്ടില്ലേ? ഇത് ചോദിക്കുന്നത് കിട്ടുന്നുള്ള ഉറപ്പും വരൊന്നുമല്ല. ഇപ്പൊ RJD പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ, ലീഗിന്റെ കാര്യം അത്ര നിസ്സാരമായി കാണാൻ കഴിയുന്നതാണോ? ഞാൻ നേരത്തെ നിയമസഭയിലെ MLA-മാരുടെ എണ്ണം താങ്കളോട് സൂചിപ്പിച്ചു, 21-15 അവിടെ വലിപ്പച്ചെറുപ്പം അങ്ങനെ ആ നിലയിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വ്യത്യാസം ആ എണ്ണത്തിലുണ്ടോ? മാത്രവുമല്ല, നിയമസഭയിലെ ഇപ്പോഴത്തെ ആ നില വെച്ച് തന്നെ നോക്കിയാൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ ലീഗിന് 3ാമതൊരു സീറ്റിന് അവകാശമില്ലേ? അപ്പോൾ അങ്ങനെ മറ്റ് മുന്നണിയിൽ നടക്കുന്ന ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുമായി ഇതിനെ കൂട്ടിക്കെട്ടരുത്. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കുമാണ് രേണുക ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചത്. അതായത് അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയില് മുസ്ലിം ലീഗ് നോക്കിക്കോളൂ, എല്ലാ തവണയും അവർ ചോദിക്കാറുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉയരാറുണ്ട്, ഇത്തരം ആവശ്യങ്ങൾ ഉയരാറുണ്ട്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗ് ഒരു 3ാം സീറ്റ് ഉന്നയിക്കുന്നു. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും, 4ാം മന്ത്രി 5ാം മന്ത്രിസ്ഥാനം എന്തൊരു ഒരു ഘട്ടത്തിൽ ലീഗ് ചോദിക്കുക, 6ാം മന്ത്രിസ്ഥാനം വാങ്ങിക്കുകയും ചെയ്തു. അത് കോൺഗ്രസ് ആണല്ലോ കൊടുത്തത്. അതിന് കോൺഗ്രസിനൊന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു, ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. ഇത്തവണ ലോക്സഭാ സീറ്റിൽ അവർ ചോദിക്കാൻ അവർക്ക് അർഹതയുണ്ട്. കാരണം എന്താണ്? UDF സംവിധാനത്തിൽ നിന്നുകൊണ്ട് ലീഗ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ലീഗിന്റെ ശക്തി എന്ന് ഞാൻ പറയുന്നത് നമുക്ക് താരതമ്യം ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ അപ്പുറത്ത് നോക്കൂ, അവിടെ LDF-ലും ഒരു ലീഗുണ്ട്, ഇന്ത്യൻ നാഷണൽ ലീഗുണ്ട്. അവരെന്തുകൊണ്ടാണ് അവിടെ ശക്തിപ്പെടാത്തത്? അത് ആലോചിക്കണം. അപ്പൊ ഇവിടെ UDF-ൽ നിൽക്കുമ്പോൾ, കോൺഗ്രസിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ശക്തി വർദ്ധിക്കുന്നു. അതുകൊണ്ട് അവർ ആ ശക്തിയുടെ അടിസ്ഥാനത്തിൽ അവർ സീറ്റ് ചോദിക്കുന്നു. തെറ്റൊന്നുമില്ല, ഒരു മണ്ഡലം ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിലെ വലിയ പാർട്ടി ആയതുകൊണ്ടും സ്ഥിരമായിട്ട് ഇങ്ങനെ 16 സീറ്റുകളിൽ മത്സരിച്ചു വന്നതുകൊണ്ടും കോൺഗ്രസ് അത് കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ കൊല്ലത്ത് RSP നോക്കൂ, കൊല്ലത്ത് കോൺഗ്രസ് ആണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 30 വർഷം LDF-ൽ ഉണ്ടായിരുന്ന RSP തിരിച്ച് UDF-ലേക്ക് വരുമ്പോൾ ആ ഒരു കാലത്തെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം. CPM ആ സീറ്റ് ഏറ്റെടുത്തു. അപ്പൊ അതുകൊണ്ടാണ് അവർ തിരിച്ചു പോയത്. UDF-ലേക്ക് വന്നപ്പോൾ ഒരു സീറ്റ് RSPക്ക് കൊടുക്കേണ്ടി വന്നു. ആ ത്യാഗം മുസ്ലിം ലീഗ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചോദിക്കാതിരുന്നത്. ഇപ്പൊ എന്താണ്? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കോട്ടയം സീറ്റ് അതവർ LDF-ലേക്ക് പോയപ്പോൾ ആ ഒരു സീറ്റ് വേണമെങ്കിൽ ഒരു ഘടകകക്ഷിക്ക് അവകാശപ്പെടാം. പക്ഷെ അവിടെ കേരള കോൺഗ്രസ് UDF-ൽ കേരള കോൺഗ്രസ് ഉണ്ട്. ആ കേരള കോൺഗ്രസിന് കൊടുക്കണം. അപ്പൊ ആ കേരള കോൺഗ്രസിന് കൊടുത്തു. അപ്പൊ ഇത് പറയുന്ന കോൺഗ്രസിലെ വിട്ടുവീഴ്ചയുടെ പ്രശ്നമൊന്നുമില്ല, കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് കോട്ടയം സീറ്റിലെ കേരള കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്നൊരു സീറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സീറ്റ് ലീഗിൽ കൊടുക്കാൻ കോൺഗ്രസിന് പറ്റുമായിരുന്നു. പക്ഷെ ഘടകകക്ഷി അത് ചെറുതായാലും വലുതായാലും കോൺഗ്രസ് അത് ആ ഒരു മാന്യത എന്നും കാണിക്കാറുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ലീഗ് അങ്ങനെ ഒരു മൂന്നാമത്തെ ഇവിടെ ഇപ്പോൾ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു ലീഗ് നേതൃത്വം എന്ന
ഒരു ധാരണ ലീഗിന്റെ അണികൾക്കിടയിൽ ശക്തമാണ്. യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണം എന്ന ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെങ്കിൽ അധികം ഒരു സീറ്റ് വേണം എന്നതാണ് ആ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ അവർ ആ ആവശ്യം ഉന്നയിക്കുന്നു. അപ്പോൾ അവരുടെ സംഘടനാ സംവിധാനം ഇതേ നിലയിൽ നിന്ന് പോകാൻ, അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അതിന് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. അവിടെ എപ്പോഴും ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നത് അവർക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അല്ല, ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് അവർക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. കാരണം എന്താണ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ആ മുസ്ലിം ലീഗിനെ കുറിച്ചൊരു അഭിപ്രായം പണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് അവർക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് കൂടാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോട് ഇടുക്കി ചേർന്ന രാഷ്ട്രീയമാണ്. ഒരു ഘട്ടത്തിൽ ലീഗ് UDF വിട്ട് LDFിലേക്ക് പോയി. 1-1.5 മാസത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. അതാണ് ലീഗിന്റെ രാഷ്ട്രീയം ഞാൻ പറയുന്നത്. അപ്പൊ ലീഗിന് ചോദിക്കാൻ അർഹതയുണ്ട്, യാതൊരു സംശയമില്ല. സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി നമ്മൾ കാണണമല്ലോ. ഇപ്പോൾ 2-3 വിഷയങ്ങളിൽ അവർക്ക് LDFിനൊപ്പം സഹകരിക്കാനുള്ള ക്ഷണം ലഭിച്ചതാണ്. മുന്നണി മര്യാദ മാത്രമാണ് അവർ ചൂണ്ടിക്കാട്ടിയ ഏക വിഷയം. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ സമരം ചെയ്യാൻ പോകുന്ന കാര്യത്തിലും അവർക്ക് സഹകരിക്കണമെന്നുമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതിനാൽ മാത്രം അവർ വിട്ടുനിൽക്കുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നത് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിലേക്ക് നമുക്ക് വിശദമായി എത്താം. താങ്കൾ ലൈവിൽ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ KPO റഹ്മത്തുള്ള, ഇവിടെ റെജി ലൂക്കോസ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, ഇത് ലീഗ് നേതൃത്വം കാണിക്കുന്ന ഒരു നാടകമാണ്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു, അവർക്കതിലൊരു യാതൊരു ആത്മാർത്ഥതയുമില്ല. ആ നേതൃത്വത്തിന് അല്ലെങ്കിൽ അവർക്കൊപ്പമോ അവർക്ക് മുകളിലേക്കോ ഒരാൾ വളർന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു സീറ്റ് വാങ്ങി ഏതെങ്കിലും യുവാക്കൾക്ക് നൽകി അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ ആണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് റെജി ലൂക്കോസ് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളില് ശരിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതൊരു സീറ്റ് കിട്ടിയാൽ അവിടെ മത്സരിക്കുന്നതിനെ കുറിച്ച് മുസ്ലിം ലീഗിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തർക്കവും ഉണ്ടാവുകയില്ല. മുസ്ലിം ലീഗിന് മത്സരിക്കാൻ ചെറുപ്പക്കാരുടെ നീണ്ട നിര തന്നെയുണ്ട്. ഞാൻ ഒരു ലിസ്റ്റ് തന്നെ പറയാം. ഷാജിയോ ഒന്നുമല്ല, PK ഫിറോസ് ഉണ്ട്, സിറാജ് അഹമ്മദ് സേട്ട് ഉണ്ട്, സേട്ട് സാഹിബിന്റെ മകൻ, ഹിന്ദിയും ഇംഗ്ലീഷും ഉറുദുവും ഒക്കെ ഒരുപോലെ അറിയാവുന്ന ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയായ സിറാജ് സേട്ട് ഉണ്ട്. അതുപോലെ അഡ്വക്കേറ്റ് നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് ഫൈസൽ ബാബു ഉണ്ട്, CK സുബൈർ ഉണ്ട്. മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ആ സീറ്റിൽ മത്സരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ഏറ്റവും യോഗ്യരായ ആളുകൾ തന്നെയുണ്ട്. അതൊന്നുമല്ല വിഷയം. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും സീറ്റുകൾ മുന്നണിയിൽ ചർച്ച നടത്തി മറ്റ് ഘടകകക്ഷികളെ മുഴുവൻ പിണക്കി പിടിച്ചു വലിച്ചു വാങ്ങുന്ന ഒരു സ്വഭാവം മുസ്ലിം ലീഗ് ഒരു കാലത്തും കാണിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റ് പാർട്ടികൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുപോലുള്ള ഒരു നേതൃത്വമാണ് മുസ്ലിം ലീഗിനുള്ളത്. മുസ്ലിം ലീഗിന്റെ ചർച്ചകളൊക്കെ വളരെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ നടക്കും. പക്ഷേ അവസാന തീരുമാനമെടുക്കാൻ പാണക്കാട് സംസ്ഥാന പ്രസിഡന്റായ തങ്ങൾ സ്ഥാനത്ത് തങ്ങളായിട്ടുള്ള ആരാണോ ഉള്ളത് അവരെ ഏൽപ്പിക്കുന്ന ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയും അതുപോലെ സ്റ്റേറ്റ് കൗൺസിലും ഒക്കെ എടുക്കാറ്. അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന പ്രവർത്തകരാണ് മുസ്ലിം ലീഗുകാർ. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയിൽ അതിഭയങ്കരമായ അസംതൃപ്തി മുസ്ലിം ലീഗ് അണികൾക്കിടയിലുണ്ട് എന്നൊക്കെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്ക് പറയാനും അങ്ങനെ വിശ്വസിക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് അണികൾ വലിയ തോതിൽ പ്രവാഹം പോലെ ഇടതുപക്ഷത്തേക്ക് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ കാലത്തുമുള്ള ഈറ്റില്ല. ആ മലപ്പുറത്ത് അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നതായിട്ട് എനിക്കറിയില്ല. മലപ്പുറത്തെ ദൈനംദിന സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. കൂട്ടത്തോടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ CPM-ലോ CPI-ലോ മറ്റ് ഇടതുപക്ഷ പാർട്ടികളിലോ ചേർന്ന ഒരു സംഭവവും ഈ സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണക്കുകൾ പറയണം. അങ്ങനെ മുസ്ലിം ലീഗ് അണികൾ കൂട്ടത്തോടെ ഇടതുപക്ഷത്തേക്ക്
കടന്നു വരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിന് ആശ്വസിച്ച് പറയാമെന്നല്ലാതെ അതൊന്നും ശ്രീ റഹ്മത്തുള്ള, സത്യമല്ല മുസ്ലിം എന്നതാണ് ലീഗിനെ എനിക്ക് സംബന്ധിച്ച് പറയാൻ. നോക്കുകയാണെങ്കിൽ സമസ്തയിലെ പടലപ്പിണക്കം, അതോടൊപ്പം തന്നെ ഈ ലീഗിന്റെ അണികളെ അടർത്തിയെടുക്കാൻ CPM നടത്തുന്ന ശ്രമം, ഇത് രണ്ടും അവരെ സംബന്ധിച്ച് അവർക്കൊരു ക്ഷീണമുണ്ടാക്കിയിട്ടുള്ള അവസരമാണ്. മുസ്ലിം ലീഗിനെ സമസ്തയും മുസ്ലിം ലീഗും ഒരുപോലെ എല്ലാ കാലത്തും യോജിച്ച് പ്രവർത്തിച്ച സംഘടനകളാണ്. ഇടതുപക്ഷം കഴിഞ്ഞ കുറച്ചു കാലമായി EK വിഭാഗം സമസ്തയുമായി അടുത്തുകൊണ്ട് ലീഗിൽ അസംതൃപ്തി പടർത്താനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഒരു പരിധി വരെ അതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. പക്ഷെ ഒരു സമസ്തയെ മൊത്തമായിട്ട് ഇടതുപക്ഷത്തെത്തിക്കാനോ സമസ്ത അണികളെ കൂട്ടത്തോടെ ലീഗ് വിരുദ്ധരാക്കാനോ ഒന്നും സമീപകാലത്തൊന്നും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മുസ്ലിം ലീഗും സമസ്തയും ആ സംഘടനകൾ ഉണ്ടായ കാലം മുതൽ തന്നെ യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അത് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. സമസ്ത എന്തൊക്കെ ഭിന്നാഭിപ്രായങ്ങൾ പറയുന്നത്, അതൊരു പണ്ഡിത സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണ്. രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറയുമ്പോഴും ഒരു മതസംഘടന അഭിപ്രായം പറയുമ്പോഴും സ്വാഭാവികമായി വരുന്ന ഭിന്നതകൾ എന്നതിനപ്പുറം മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തെറ്റി നാളെ സമസ്ത ഒന്നാകെ മറുപക്ഷത്തെത്തും എന്നൊക്കെ കരുതുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അത് അങ്ങനെ ഒരു സംഭവവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ്. എന്തൊക്കെ ഉണ്ടായാലും അതൊക്കെ അവസാനം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുകയും സമസ്തയും മുസ്ലിം ലീഗും ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നതാണ് സത്യം. കാരണം മുസ്ലിം സമസ്തയിലെ 80% അണികളും പാരമ്പര്യമായി മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവരും മുസ്ലിം ലീഗിന്റെ ആശയങ്ങൾ പിന്തുടരുന്നവരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്ര പെട്ടെന്നൊന്നും സമസ്ത ലീഗ് ബന്ധം പൊട്ടിച്ചെറിയാൻ ആർക്കും കഴിയില്ല. ശരി, ശ്രീ N. ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് നൽകാം എന്ന ഒരു വാഗ്ദാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ജൂണിൽ രാജ്യസഭാ സീറ്റ് രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നാൽ ആകെ ഒരു സീറ്റിനായിരിക്കും UDF-ന് അവകാശവാദം, അല്ലെങ്കിൽ ജയിക്കാൻ കഴിയുന്നത് ഒരു സീറ്റിലാണ്. ആ ഒരു സീറ്റ് ലീഗിന് നൽകിക്കൊണ്ട് ഒരു പ്രശ്ന പരിഹാരം എന്നത് സാധ്യമാകുമോ? അപ്പോൾ മറ്റൊന്ന് കാണിച്ച് ഇപ്പോൾ ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാം എന്നതിനപ്പുറം ലീഗിനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വരും കാലത്താണെങ്കിൽ പോലും UDF-നെ സംബന്ധിച്ച് അത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാകുമോ? ശ്രീമതി രേണുക, നമ്മള് ഈ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അതായത് മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് ചോദിക്കുന്നു. അതല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ആ വിഷയമുണ്ട്. പറയട്ടെ. അപ്പൊ ചോദിക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാമതൊരു സീറ്റ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് തർക്കമുണ്ട്, ആ തർക്കം പരിഹരിക്കാൻ ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് തരും എന്നൊന്നും ലീഗ് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസ് ലീഗിനൊരു വാഗ്ദാനവും കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ കോൺഗ്രസിന്റെ വക്താവൊന്നുമല്ല, പക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയം അറിയുന്ന ഒരാളെന്നല്ലെങ്കിൽ ഇത്തരത്തില് പ്രവർത്തകനാണല്ലോ, എങ്ങനെയാണ് മാധ്യമങ്ങൾ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മിനിമം ധാരണ താങ്കൾക്കുണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് നമ്മള് രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങൾ സത്യസന്ധമായി പറയണം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഈ നമുക്ക് ഊഹാപോഹങ്ങൾ വെച്ച് പറയാൻ പാടില്ല. ഇപ്പൊ എന്റെ സുഹൃത്ത് ശ്രീ KPO റഹ്മത്തുല്ല ചില കാര്യങ്ങൾ ആ ലീഗിന്റെ സമസ്തയെ വളരെ വ്യക്തമായിട്ടൂടെ പറഞ്ഞല്ലോ. അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം, അവിടുത്തെ മുസ്ലിം രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ലീഗ് അങ്ങനെ ഒരു കടുംപിടുത്തമൊന്നും ഒരു കാലത്ത് പിടിച്ചിട്ടില്ല. പിന്നെ ചോദിക്കും, തെറ്റൊന്നുമില്ല, കോൺഗ്രസിന് അങ്ങനെ വാഗ്ദാനം കൊടുക്കാൻ ഇപ്പൊ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 5ാം മന്ത്രിയുടെ കാര്യത്തിൽ കടുംപിടുത്തം പിടിച്ചിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. അതായത് അത്തരം ഒരു നിലപാട് ലീഗിന് ഇല്ലായിരുന്നു എന്ന് പറയരുത്. അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് രണ്ടും വ്യത്യാസമുണ്ട്. അതായത് ജയിച്ച് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. അതായത് ലീഗ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം പറയുകയും എന്നാൽ അവരതിൽ പിടിച്ചു വാങ്ങുന്ന സ്വഭാവം അവർക്ക് ഇല്ല എന്നുള്ളത് ശ്രീ റഹ്മത്തുല്ല പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, അതായത് ഇപ്പൊ കോൺഗ്രസിന് അങ്ങനെ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവിടെ കോൺഗ്രസിന് സീറ്റ് കൂടുതൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജ്യസഭയിലേക്ക് കോൺഗ്രസ് തന്നെ മത്സരിക്കുള്ളൂ. അത് തർക്കമില്ലാത്ത കാര്യമാണ്. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ഉറപ്പൊന്നും ഇപ്പൊ ലീഗ് ആവശ്യപ്പെടുകയില്ല, അങ്ങനെ ഉറപ്പ് കിട്ടാനായിട്ട് കോൺഗ്രസ് കൊടുക്കുകയുമില്ല. 5ാം മന്ത്രി ഞാൻ തന്നെ നേരത്തെ പറഞ്ഞാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം.
കാരണം വളരെ നിർണായകമായ ഒരു 1-2 സീറ്റിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ 2011 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നപ്പോൾ ലീഗിന് അത് അവരുടെ സമ്മർദ്ദ രാഷ്ട്രീയമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ആ സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ അവർ വിജയിച്ചു. പക്ഷെ ആ സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ ലീഗ് വിജയിച്ചപ്പോൾ അതിന് വേറെ ചില വില UDF-ന് കൊടുക്കേണ്ടി വന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് ഇടതുവേണ്ടി കളിയാക്കിയിരുന്നത് ഒരു MLA പ്രാഥമിക ആവശ്യത്തിന് പുറത്തു പോയാൽ മന്ത്രിസഭ നിലത്ത് വീഴുന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അന്ന് 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്തപ്പോൾ അത് UDF രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ശ്രീ KP റഹ്മത്തുള്ള ആ ഒരു സാഹചര്യം, ആ ഒരു അനുഭവം കൂടി ലീഗിനെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെയും അത് സാമുദായിക ഐക്യത്തെ തകർക്കും, അല്ലെങ്കിൽ ആ സാമുദായികമായിട്ടുള്ള വീതം വെപ്പിനെയൊക്കെ തകർക്കും എന്ന നിലയിൽ കൂടി കാര്യങ്ങൾ കാണണമല്ലോ. 5ാം മന്ത്രി വിവാദം, അത് ഉണ്ടാക്കിയ ആഘാതം എന്തൊക്കെ എന്നത് കോൺഗ്രസിന് മുന്നിലുള്ളതുപോലെ തന്നെ ലീഗിന് മുന്നിലുമുണ്ട്. അധികാരത്തിൽ നിന്ന് വിട്ട് എത്ര നാൾ ഇങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നതും ഒരാശങ്കയാണ്. അപ്പോൾ അതും ഒരു കാരണമാണോ? കേരള കോൺഗ്രസ് UDF വിട്ടതോടുകൂടി തന്നെ വലിയ ഒരു കക്ഷി UDF-ൽ നിന്ന് പോയിട്ടുണ്ട്. 3ാം ശക്തിയായിരുന്ന കേരള കോൺഗ്രസ്. ഇനി മുസ്ലിം ലീഗിനെ കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയങ്ങളും കോൺഗ്രസിന്റെയോ മറ്റ് ലീഗിന്റെയോ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. UDF-നെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും അത് പരിഗണിക്കും. കാരണം MA കുട്ടപ്പനെ മാറ്റി അബ്ദുസ്സമദ് സമദാനിയെ രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാൻ കരുണാകരന്റെ കാലത്ത് പോലും കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ തർക്കങ്ങൾ ഉണ്ടായ അവസാനം MA കുട്ടപ്പന് പകരം അബ്ദുസ്സമദ് സമദാനിയാണ് പോയത്. മുസ്ലിം ലീഗ് എന്തായാലും ഒരു കടുംപിടുത്തമോ അല്ലെങ്കിൽ 5ാം മന്ത്രി വിഷയത്തിൽ ഉണ്ടായ 5ാം മന്ത്രി വിഷയത്തിൽ മുസ്ലിം ലീഗിന് വലിയ പരിക്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ സാമുദായിക ധ്രുവീകരണവും സാമുദായികമായ അസന്തുലിതാവസ്ഥയും ഒക്കെ വലിയ ചർച്ചയാവുകയും പാർട്ടി തന്നെ പ്രതിരോധത്തിലാവുകയും പരിഹാസത്തിലാവുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവമാണ്. ആ അനുഭവം മുസ്ലിം ലീഗിനെ എല്ലാ കാലത്തും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു സൂചനയായി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ചില കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു വീതം വെപ്പും കാര്യങ്ങളിലുമൊക്കെ ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഉണ്ടാകുമെന്ന പേടി മുസ്ലിം ലീഗിന് സ്വാഭാവികമായിട്ടുണ്ട്. അതൊരു സമ്മർദ്ദ തന്ത്രമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മുസ്ലിം ലീഗ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 ടേം ഭരണത്തിലില്ലാത്ത പാർട്ടിയാണ്. ഇപ്പോൾ തീരുമാനങ്ങളിൽ കൂടുതൽ ജാഗ്രതയുണ്ടാകുന്നു. ഒരുപാട് തവണ ചർച്ച ചെയ്തതിന് ശേഷമാണ് മുസ്ലിം ലീഗ് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത്. കൂടിയാലോചനകൾ കൂടുതൽ നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകസഭാ സീറ്റിന്റെ കാര്യത്തിൽ തന്നെ മുമ്പ് മുസ്ലിം ലീഗ് ഒരു തവണ ചർച്ച നടത്തിയതിനു ശേഷം അടുത്ത തവണ UDF-മായി ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കുന്ന കോലമായി. പക്ഷെ ഇത്തവണ 5 തവണയാണ് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയും സംസ്ഥാന സമിതിയും ഒക്കെ വിളിച്ചു ചേർത്ത് ഈ കാര്യം വളരെ വിശദമായി പരിശോധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ജനാധിപത്യ മതേതര കക്ഷി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗ് UDF-ൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയും അതിന്റെ കാര്യങ്ങളുമാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. എന്നും നിൽക്കുന്ന മുന്നണിയോടൊപ്പം വളരെ ആത്മാർത്ഥമായി നിൽക്കുക എന്നതാണ്. അതുകൊണ്ട് രാജ്യസഭാ സീറ്റിന്റെയോ 3ാം സീറ്റിന്റെയോ ഒന്നും പേരിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പൊട്ടിത്തെറിയും UDF രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് സത്യം. ശ്രീ റെജി ലൂക്കോസ്, യാതൊരു പ്രശ്നവും UDF-നെ സംബന്ധിച്ച് ഈ സീറ്റ് വിഭജനം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ലീഗ് നേതൃത്വം കടുംപിടുത്തത്തിനുണ്ടാകില്ല എന്നത് തന്നെയാണ് അവരുടെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പുറമേക്കും അല്ലാതെയും ഒക്കെ അവരുമായി ആശയവിനിമയം നടത്തുമ്പോഴും മനസ്സിലാകുന്നത്. അപ്പോൾ മുന്നണി നേതൃത്വത്തെ ഒരുമയോട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അത് ലീഗിനുമുള്ളതാണ്. ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ എല്ലാ
കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. സമാന ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള CPM-ന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള ക്ഷണം അത് വെച്ച് നോക്കിയാൽ പോലും നമുക്കറിയാം മുന്നണി നേതൃത്വത്തിന് യാതൊരു അസ്വാരസ്യവും ഉണ്ടാക്കുന്ന നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതേസമയം അവരുടെ അവകാശങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അണികൾ അകന്നു പോകുന്നതോ അല്ലെങ്കിൽ മുന്നണിയിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതോ ആയ യാതൊരു സാഹചര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം തരും. നേരത്തെ ഇവിടെ റഹ്മത്തുള്ള ആദ്യം പറഞ്ഞത് പിന്നെ ഒരു തരത്തിലും ഒരിക്കൽ പോലും UDF-ൽ ഒരു പിടിവാശിയുടെ രാഷ്ട്രീയം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ 5ാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊരുമാതിരി ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമായിരുന്നു അന്ന് അവിടെ നടത്തിയത്. 2 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ അവർ കളിച്ച നാടകങ്ങൾ ഇന്ന് കേരളത്തിൽ വാസമാണെങ്കിൽ കേരളത്തിലെ ചരിത്രത്തിൽ ഇത്രയ്ക്കും അറപ്പളവായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായിട്ടില്ല. ഈ 5ാം മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് മഞ്ഞളാംകുഴി അലി അന്ന് മന്ത്രിയായത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി മന്ത്രിസ്ഥാനം കൊടുക്കാത്ത സാഹചര്യം വന്നു. പിന്നീട് ലീഗിനകത്ത് തന്നെ പൊട്ടിത്തെറി വന്നപ്പോഴത്തേക്കും അത് പിടിച്ചു വാങ്ങിച്ച ചരിത്രമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ആ ബാർഗെയിൻ കപ്പാസിറ്റി ഇപ്പോൾ ലീഗിനില്ലാത്തതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇപ്പോൾ അവർക്ക് 3ാം അതൊരു സീറ്റിൻ്റെ അവകാശവാദത്തിലേക്ക് അവർക്ക് ശക്തമായ രീതിയിൽ പോകാൻ സാധിക്കാത്തത്. നേരത്തെ ഇവിടെ റഹ്മത്തുള്ള അവകാശപ്പെട്ട അവർക്ക് ചെറുപ്പക്കാരുടെ ഒരു വൻ നിരയുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ KM ഷാജി ആയാലും PK ഫിറോസ് ആയാലും അതുപോലെ തന്നെ അങ്ങനെ അത്ര നേതാക്കളുടെ ഒരു ചെറുപ്പക്കാരുടെ ഒരു വൻ നിരയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. നേതാക്കന്മാരാൽ പിന്നെ ബാഹുല്യമുള്ളൊരു പാർട്ടിയാണ് ലീഗ്. അണികളധികം കൂടെ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും. പക്ഷേ ആർക്ക് സീറ്റ് കൊടുക്കും? അവിടെ അടിയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്താ സംശയക്കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു യുവനിരയെ മുമ്പോട്ട് കൊണ്ടുവരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിബദ്ധത ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ 2 സീറ്റിൽ മലപ്പുറത്ത് പൊന്നാനി സീറ്റിൽ ഏതെങ്കിലും ഒരു MP സിറ്റിംഗ് MP ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ മുൻനിരയിലുള്ള ഏതെങ്കിലും ഒരു യൂത്ത് ലീഗിൻ്റെ നേതാവിന് നിങ്ങൾക്ക് സീറ്റ് കൊടുത്തുകൂടാ? അതിനുള്ള ആർജവം നിങ്ങൾക്ക് കാണിക്കാൻ അതിനുള്ള തൻ്റെ ഇടമുണ്ടോ? അതിനുള്ള ചങ്കൂറ്റുണ്ടോ പിന്നെ ലീഗിന്? ഇല്ല എന്ന വസ്തുത. ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥമതികളായ കുറേ നേതാക്കന്മാർ തങ്ങൾക്ക് ശേഷം പ്രളയം എന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം നയിക്കുന്നതിൻ്റെ ദുരന്തമാണ് ഇന്ന് ഈ ലീഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങളൊന്നും ക്ഷണിച്ചിരുന്നുവെങ്കിൽ ആ ലീഗിലെ നല്ലൊരു ഭാഗം പരസ്യമായിട്ട് വന്നേനെ. ഞങ്ങൾ ക്ഷണിക്കത്തില്ല. ഇതുവരെ അങ്ങനെ ഒരു ക്ഷണം ഉണ്ടായിട്ടില്ല. അവർ തീരുമാനിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും. അത് PK ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്, വിഷയമല്ല. ഞങ്ങൾ ക്ഷണിക്കാതെ തന്നെ സുരക്ഷിതമായ രാഷ്ട്രീയ നിഷേധിക്കാൻ ഉള്ള ക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ N. ശ്രീകുമാർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ മത്സരിച്ച 3ഇടത്തും ജയിച്ച് 100% വിജയമാണ് ലീഗ് കരസ്ഥമാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോൺഗ്രസ് മനസ്സിലാക്കുമ്പോൾ അത് കുറച്ച് വിട്ടുവീഴ്ചകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണല്ലോ. കേരളത്തിലെ സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും. പക്ഷേ ഇന്ത്യ മുന്നണി ഒരുമിച്ച് മുന്നേറി ഒരുമിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഘടകകക്ഷികൾക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ ഇപ്പോൾ ലീഗിനോട് നോ പറയുന്നു. ഇതേ സമീപനം തന്നെയാണ് മറ്റിടങ്ങളിലും സ്വീകരിക്കുന്നതെങ്കിൽ 2019 നിന്ന് വിഭിന്നമായ ഒന്നും ഉണ്ടാകില്ല. ശ്രീമതി രേണുക, ലീഗിനോട് നോ പറയുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ. നോക്കൂ, മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സ്വാധീനവും മലബാറിലെ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യമൊക്കെ നന്നായിട്ട് അറിയുന്നതാണ് കോൺഗ്രസ് നേതൃത്വം. കോഴിക്കോട്, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ ജയത്തിന് ലീഗിന്റെ പിന്തുണ വളരെ അനിവാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലീഗിനെ അങ്ങനെ ലീഗ് സമ്മർദ്ദ തന്ത്രം എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഉള്ളതാണ്. ഇപ്പൊ KM മാണിയുടെ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടി എങ്ങനെയാണ് ഇപ്പൊ കോട്ടയം പിടിച്ചു നിൽക്കുന്നത്? എങ്ങനെയാണ്? അതൊക്കെ തന്ത്രം തന്നെയാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ലീഗിന്റെ രാഷ്ട്രീയമായ സമ്മർദ്ദവും തന്ത്രവും ഒക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള തെറ്റൊന്നുമില്ല. അല്ല, നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് നോ പറയുമ്പോ ഒരിക്കൽ ഒരു മാറ്റം ലീഗ് ആഗ്രഹിച്ചാൽ അവർക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരുപാട് റീസൺ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് തവണ ചോദിച്ചില്ലേ, അപ്പോഴൊന്നും തന്നില്ലല്ലോ, നോ പറഞ്ഞല്ലോ എന്ന് പറയാൻ അവർക്ക് അവസരം ഉണ്ടാകും. ഇല്ലില്ല, അതായത് MP സ്ഥാനമാണ്. MP സ്ഥാനം എന്ന് വെച്ചാൽ ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും MP സ്ഥാനം ആവശ്യമുള്ളൂ. ഈ ലോക്സഭയിലത്തെ വിഷയം എന്താ വെച്ചാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇക്കുറി നടക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ദക്ഷിണേന്ത്യയിലെ BJP വളരെ കഷ്ടസ്ഥിതിയിലാണ്, ഉത്തരേന്ത്യയിലെ കോൺഗ്രസും ഏതാണ്ട് കഷ്ടസ്ഥിതിയിലാണ്. പക്ഷേ ഈ പഴയ പോലെ ഉള്ള അവകാശവാദം BJP ഇപ്പോൾ ഉന്നയിക്കുമ്പോഴും അവർ ഭയക്കുന്നത് കോൺഗ്രസിനെയാണ്. കാരണം മിനിഞ്ഞാന്ന് BJPയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ കുറ്റം പറഞ്ഞ മുഴുവൻ കോൺഗ്രസിനെയാണ്. അപ്പൊ അതുകൊണ്ട്
ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ഭൂരിപക്ഷം കേന്ദ്രത്തിൽ ലഭിച്ചാൽ ഈ ഒറ്റകക്ഷിയായിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇപ്പൊ ഒരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ അത് എല്ലാ കക്ഷികളിലും വന്നിട്ടില്ല. കോൺഗ്രസിന് ഒറ്റയ്ക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺഗ്രസിൽ കൂടുതൽ എം പിമാർ വേണം. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ആവശ്യം മുന്നിൽ വെക്കുന്നത്. നമുക്ക് എന്റെ സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ KPO റഹ്മത്തുള്ള, ഇവിടെ 100% വിജയം കഴിഞ്ഞ തവണ ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഇത്തവണ പൊന്നാനിയും മലപ്പുറവും വെച്ച് മാറുകയാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പൊന്നാനിയിൽ 4 മണ്ഡലങ്ങൾ CPM-ന്റെ കയ്യിലാണ്. അപ്പോൾ ലീഗിന് അത്ര ഷുവർ അല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്ര സ്മൂത്ത് അല്ല കാര്യങ്ങൾ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നേതൃത്വം ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങളാരും വായിക്കാത്ത ഒരു രാഷ്ട്രീയവും. കാരണം കഴിഞ്ഞ തവണ മലപ്പുറത്ത് അബ്ദുസമദ് സമദാനിക്കെതിരെ PP സാനു SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മത്സരിച്ചപ്പോൾ അഹമ്മദ് സാഹിബിന് കിട്ടിയതിനേക്കാൾ 1,00,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പൊന്നാനി അല്ല മുസ്ലിം ലീഗിന്റെ മുന്നിലുള്ള ബലികേറാമല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലപ്പുറമാണ്. മലപ്പുറത്തെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിങ്ങൾ മനസ്സിലാക്കണം. 1,00,000 വോട്ട് കുറഞ്ഞു. അങ്ങനെയുള്ള സുരക്ഷിതമായ സീറ്റ് എന്നാണ് നിങ്ങൾ മലപ്പുറത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെയല്ല. പൊന്നാനിയാണെങ്കിലും മലപ്പുറമാണെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ഒരു ഭീഷണി ഇല്ല എന്നതാണ് സത്യം. കാരണം ദേശീയ രാഷ്ട്രീയ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പൊന്നാനിയിലും മലപ്പുറത്തും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത കൂടി വരികയാണ്. അതുകൊണ്ടാണ് എന്റെ സുഹൃത്തു കൂടിയായ KT ജലീൽ പൊന്നാനിയിൽ മത്സരിക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുന്നത്. പൊന്നാനിയിൽ KT ജലീലിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുമായിരുന്നു. പക്ഷെ വസീഫോ അല്ലെങ്കിൽ വിജയരാഘവനോ വരും എന്നാണ് പറയുന്നത്. KT ജലീൽ പോലും മത്സരിക്കാൻ താല്പര്യം കാണിക്കാത്തത് വിജയ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ET മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ സ്ഥിരമായിട്ട് വരാൻ കഴിയുന്നില്ല. ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ വീട് വാഴക്കാടാണ്. അവിടെ നിന്ന് ഏറ്റവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ലീഗിനെ അറിയിച്ചിരിക്കുകയാണ്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ പുറമേക്ക് തന്നെ നേതാക്കൾക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അവർ എന്ത് പറയുന്നു, അണികളോട് എന്ത് പറയുന്നു, എങ്ങനെയാണ് രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ റെജി ലൂക്കോസ്, ശ്രീ KPO റഹ്മത്തുള്ള, ശ്രീ N ശ്രീകുമാർ. അന്തി ചർച്ച ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി ഇനി നാളെ കാണാം. നമസ്കാരം. കയ്യിലെ പണം വെറുതെ